പത്തനംതിട്ട പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നതിൽ ഒരു പരാതി ഉണ്ടെന്ന് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരാണ് ഈ പരാതി ഉന്നയിക്കുന്നത്. അടൂരിൽ വിവാഹ അനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വന്നവർക്കാണ് ഈ മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റവരിൽ ചിലർ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി CK അഭിലാലിനൊപ്പം ഉണ്ട്. അഭിലാൽ, അവർക്ക് എന്താണ് പറയാനുള്ളത് ഈ സംഭവത്തിൽ? പത്തനംതിട്ട ജനറൽ ആശുപത്രി ചികിത്സയിലുള്ള രണ്ടുപേരിൽ ഒരാളാണ് മുണ്ടക്കയം സ്വദേശിനി സിതാര വീണ് പരിക്കേറ്റിട്ടുണ്ട്. തോളലിന് പൊട്ടലുണ്ട്. അതോടൊപ്പം തന്നെ വലത് കൈയിൽ താഴെ മുറിവേറ്റ പാടുണ്ട്. പോലീസ് വിശദീകരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് സിതാര നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. ബന്ധുവും അല്ലായിരുന്നു. അപ്പം നമ്മൾ എന്താ കാരണം എന്ന് ചോദിക്കുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ അങ്ങനെ ചോദിച്ചവരോട് ഒന്നുകൂടി അടിക്കുന്നൊരു ഇതാണ് കണ്ടത്. അപ്പം എന്താ കാരണം എന്നൊന്നും നമുക്കറിയില്ല. പത്തനംതിട്ടക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വഴിയിൽ പോലീസുണ്ട്, വാഹനങ്ങളിൽ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ വെളിയിൽ ഇറങ്ങാതിരിക്കുക, പൊതുവെ തല്ല് കിട്ടും. അപ്പോൾ ഇന്ന് നടന്നൊരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ അടൂരിൽ ഒരു കല്യാണത്തോട് സംബന്ധിച്ച്, അതായത് ഈ ചെറുക്കൻ വീട് കാണുക അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പോയിട്ട് ഫാമിലിയായിട്ട് വന്ന ഒരു കുടുംബത്തെ, അതായത് ട്രാവലറിലൊക്കെയാണ് അവർ പോയത്. കോട്ടയം സ്വദേശികളായ മുണ്ടക്കയം ആ ഭാഗത്തുള്ളവരാണ്. അപ്പോൾ അവർ അടൂരിൽ ചെറുക്കൻ വീട് കാര്യങ്ങളൊക്കെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇവർ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൻ്റെ സമീപം നിർത്തിയിട്ടൊന്ന് വെളിയിൽ ഇറങ്ങിയതേ ഇവർക്ക് ഓർമ്മയുള്ളൂ. പോലീസുകാർ ഒരു ജീപ്പിൽ വരികയും അതേപോലെ അവർ യൂണിഫോമിലൊന്നും ആയിരുന്നില്ല, കുറച്ച് പേരോ ഒന്നോ രണ്ടോ പേരെ യൂണിഫോമിലുള്ളായിരുന്നുള്ളൂ. കയ്യിൽ ലാത്തി ഉള്ളതുകൊണ്ട് മാത്രം അത് പോലീസുകാരാണെന്ന് മനസ്സിലായി. പിന്നെ ആ ഒരു ജീപ്പിലും കൂടെ വന്നതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഓടടാന്ന് പറഞ്ഞ് ഒരൊറ്റ ചടപടാന്ന് അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് കുട്ടികളും പ്രായം ചെന്നവരും അടക്കമുള്ള ഒരു ഫാമിലിയായിട്ട് വന്നൊരു ആൾക്കാരാണ്. അപ്പോൾ അവരെ എന്ത് കാരണം കൊണ്ടാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ പോലീസുകാർ അതിദാരുണമായിട്ട് മർദ്ദിക്കുമായിരുന്നു. കാരണം തലയ്ക്ക് ഒരു സിത്താര എന്ന് പറയുന്ന മുണ്ടക്കയം സ്വദേശിനിയായ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡിനും ആ ചേച്ചിക്കും നല്ല പരിക്കുകളുണ്ട്. ആ ചേച്ചിയുടെ കൈയുടെ മുട്ട് നന്നായിട്ട് പൊട്ടുകയും ഷോൾഡർ ഒടിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ തല നന്നായിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അതേപോലെ കുഞ്ഞു കുട്ടികളെ അടക്കം മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. വേറെ ഒരു ചേട്ടന് 5-6 അടി കിട്ടി. അവിടെ നിന്ന് വെളിയിലിറങ്ങി നിന്ന് എല്ലാവർക്കും തന്നെ അടി കിട്ടി. ഭാഗ്യം കൊണ്ട് തീരെ ചെറിയ കുഞ്ഞു കുട്ടികളും ഒരമ്മയൊക്കെ വണ്ടിക്കകത്തിരുന്നത് കൊണ്ട് അവർക്ക് അടി കിട്ടിയില്ല, ഇല്ലെങ്കിൽ അവരെ അടിച്ചിട്ട് പോയേനെ. അപ്പം നമ്മുടെ പോലീസുകാരെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലേ. പോലീസ് പിടിക്കുമെന്നൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ വരത്തില്ല, നമ്മൾ പറയും പോലീസ് വരുന്നുണ്ട്, പോലീസ് പിടിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പേടിയുണ്ടല്ലേ. അപ്പോൾ ആ പേടി എന്തിനാണ്? ഇപ്പോൾ ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് മിങ്കിളായിട്ട് ഇടപഴകി ഈ പോലീസുകാർ ഒത്തിരി ഇങ്ങനെ ഒത്തിരി ഷോ ഒക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ടല്ലേ. എന്നാലും ഇങ്ങനെ പ്രതികരിക്കുന്ന ഓരോ പോലീസുകാരെ എങ്ങനെ നമ്മൾ പേടിക്കാതിരിക്കും? അതുമല്ല, എങ്ങനെ നമ്മൾ ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിലും ഇപ്പം അവർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ബാറും കൂടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവർക്കൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന് ഇവരെ ഉപദ്രവിച്ചതാണെന്നാണ് പറയുന്നത്. കാരണം ആ ബാറിൽ ഒരു അടി ഉണ്ടാവുകയും ആ അടി ഉണ്ടാക്കിയവരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇവരെ വന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ന്യൂസിൽ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും ഒരു അടൂരിൽ ഈ ബാറിൽ മർദ്ദിച്ചവർ മാത്രം, അടൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബാറിൽ വഴക്കുണ്ടാക്കിയവർ മാത്രമൊന്നും അല്ലല്ലോ, അല്ലാതെ ഇക്കണ്ട ജനങ്ങളെല്ലാം അതുവഴി ഇറങ്ങി നടക്കുന്നവരല്ലേ. അപ്പം നമ്മൾ അന്വേഷിച്ച് വന്ന ആൾക്കാർ ഇവർ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ പോലും നിൽക്കാതെ അതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വന്നിറങ്ങുന്നു, ഓടടാന്ന് പറഞ്ഞ് അടിക്കുന്നു. ഇപ്പോൾ ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ സ്ത്രീകളെ വരെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അവർ നിലത്ത് വീണ് കിടന്ന് കഴിഞ്ഞിട്ടും അവരെ ഇട്ട് മർദ്ദിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഇതിപ്പോൾ പോലീസിൻ്റെ അധികാരം കളിയാണോ ആളുകളെയാണോ ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിന് നല്ലൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറത്തേ ഉള്ളൂ. ഇപ്പോൾ അവരവിടെ നിർത്തിയിടാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആരോ വരാനുണ്ടായിരുന്നു. കാരണം പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള വേറൊരു ചേച്ചിയുടെ ഹസ്ബൻഡ് ആ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാനെങ്ങാണ്ട് വരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവരവിടെ നിർത്തിയിട്ടത്. ആ ഒരു സമയം പൊതുവെ നമ്മളാണെങ്കിലും ഒരു വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്താൽ കുറച്ച് നേരം കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ട്. അങ്ങനെ നിന്നതാണ് ഇവരും. ഇതിപ്പം നിങ്ങളാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കാതെ ഇപ്പൊ ബാറിൽ അടി ഉണ്ടാക്കിയെങ്കിൽ തന്നെ അടി ഉണ്ടാക്കിയ പ്രതികൾ ഇവരാണോ എന്ന് പോലും ഒന്ന് ചോദിക്കാതെ, അല്ലെങ്കിൽ ഇവർ തിരിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അടിക്കുന്നത്, ഇതിന്റെ കാരണം എന്താണെന്ന് ഇവർ ചോദിക്കുമ്പോൾ അടി കുറച്ചും കൂടെ ശക്തമായിട്ട് ഇവരെ അടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ജനങ്ങൾ എങ്ങനെ ഈ പോലീസുകാരെയൊക്കെ വിശ്വസിക്കും? നമ്മൾ ഒരു പരാതിയായിട്ട് ചെല്ലുമ്പം ആ പരാതിയായിട്ട് ചെല്ലുന്ന ആൾക്കാരെ അടിച്ചുവിടത്തില്ല എന്ന് എന്താണോ ഉറപ്പുള്ളത്? അതേപോലെ ഈ ഒരു
ഇപ്പം ഇവരോട് ഈ ഒരു ബാറിൽ വഴക്കുണ്ടാക്കിയെന്നും പറഞ്ഞ് അവരെ അടിക്കാനും അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു വ്യഗ്രതയൊന്നും മറ്റ് കേസുകളിലൊന്നും കാണുന്നില്ല. ഈ ബാർ എന്താ ഇവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്, ഈ പോലീസുകാരുടെ ഉടമസ്ഥതയിലുള്ളതോ അല്ല ഇവരുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ബാറാണ്. അവിടെ ഒരാൾ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും രോഷാകുലരായിട്ട് അവിടെ ചെന്ന് ഈ കണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടാനായിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരെയും കുഞ്ഞു കുട്ടികളെ അടക്കം അടിച്ച് അവരുടെ കൈയും കാലും ഒടിക്കാനൊക്കെ തലയും ഒക്കെ പൊട്ടിക്കാൻ മാത്രം ഇത്ര രോഷാകുലരാകാൻ മാത്രം ഈ പോലീസുകാർക്ക് എന്താണ് ആ ബാറുമായിട്ട് ഇത്ര അറ്റാച്ച്മെന്റ് നമുക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ ചെന്താമര എന്ന് പറഞ്ഞ് 2 പേരെ കുത്തി കൊന്നിട്ട് പോയ വ്യക്തി എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ ആ പുള്ളിയുടെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറഞ്ഞ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും നിൽക്കാതെ കയ്യോടെ കൊണ്ടുപോയി ആ ഫുഡ് വരെ കൊടുക്കാൻ അത്രയോ ഒരു മനസാക്ഷിയുള്ള പോലീസുകാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഈ വാർത്ത കാണുമ്പോൾ ആ ചേച്ചിയുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ വളരെ ദയനീയമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുറ്റവുമില്ലാതെ നമ്മളെ ഒരാൾ വന്ന് കൈയൊക്കെ നമ്മളെ തള്ളിയിടുക, നമ്മുടെ കൈ ഓടിയുക, ലാത്തി കടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ആ SIയുടെയും അതേപോലെ മറ്റു പോലീസുകാരുടെയും എതിരെ FIR ഒക്കെ ചുമത്തിയെന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, കുറച്ചും കൂടെ അവർക്ക് നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കുക തന്നെ വേണം. ഇങ്ങനെ ഇനി ആരും ഇത് ആവർത്തിക്കരുത്. ഇപ്പം ഒരു കുറ്റവാളി രക്ഷപ്പെട്ടാലും നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് പറയില്ലേ. അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാത്ത തെറ്റിന് ഒരിക്കലും ഒരാൾ പോലും ആരുടെയും കയ്യിൽ നിന്ന് അടി വാങ്ങാനും ശിക്ഷ ലഭിക്കാനും ഒന്നും നമ്മുടെ നിയമത്തിലില്ല. സത്യം പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ തന്നെ ഫാമിലി വ്ളോഗേഴ്സ് മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമ്പം ഇങ്ങനെയുള്ള സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റി ഒന്ന് റിയാക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമ്മൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുവാണെങ്കിൽ കുറേ പേരുടെ അടുത്തോട്ടും കൂടെ ഈ കാര്യങ്ങളൊക്കെ എത്തുകയും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ലൊരു നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ യൂട്യൂബേഴ്സിനോടുള്ളൊരു അഭ്യർത്ഥന എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഉള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എടുത്ത് റിയാക്ട് ചെയ്യാനായിട്ട് നോക്കണം. കാരണം കുട്ടികളെ അടക്കം വെറുതെ വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പോലീസുകാർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. ഇപ്പോൾ ഒരു സ്ത്രീകളെ ഒരു വനിതാ പോലീസ് ഇല്ലാതെ ഒരു സ്ത്രീകളെ എങ്ങനെ മർദ്ദിക്കാനായിട്ട് പറ്റും? പ്രായം ചെന്നവരുണ്ട്, ഇവരൊരു കുടുംബമാണെന്ന് ഓർക്കണം. അല്ലാതെ ഇപ്പം ഒരാൾ വേറൊരു കുടുംബത്തിലെ വേറൊന്ന് അവരെല്ലാം കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ റോഡിൽ നിന്ന് എന്തെങ്കിലും അസഭ്യം കാണിക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും ഓടി വന്നിങ്ങനെ ഇപ്പം നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് വന്ന് തല്ലിയെന്ന് ഓർക്കുക. ഇത് ഒരു ട്രാവലറായിട്ട് ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് വന്ന് ആ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ഒന്നും ചോദിക്കാതെ ആ ഒരു CCTV ദൃശ്യം നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റും. ആ പോലീസുകാരുടെ വണ്ടി അവിടെ നിർത്തിയില്ല. അതിന് മുമ്പേ പോലീസുകാരിൽ 2-3 പേര് ചാടി ഇറങ്ങി ഓടാന്ന് പറഞ്ഞാൽ അടിക്കുമായിരുന്നു. എന്നാലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവർ ഓടാനൊന്നും നിന്നില്ല. അതേപോലെ ഞാൻ ആ CCTVയിൽ ശ്രദ്ധിക്കുമായിരുന്നു, അവിടെ കാറിൽ 2-3 പേരുണ്ട്. അവരെ എന്തുകൊണ്ടാണ് ഇവർ തല്ലാഞ്ഞത്? കാറിൽ വന്നുകൊണ്ടാണ് തല്ലാഞ്ഞത്. ഞാനത് കുറച്ച് നേരം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി. കാറിൽ വന്ന ആ കാറിൻ്റെ അടുത്ത് നിൽക്കുന്ന 1-2 പേരെ മാത്രം തല്ലുന്നില്ല, അവരെ ഒന്ന് നോക്കിയിട്ട് പോകുന്നേ ഉള്ളൂ. ഇവരെ മാത്രമായിട്ട് തല്ലി ഓടിക്കുവാണ്. അപ്പോൾ പാവപ്പെട്ടവരോട് എന്തും ആകാം, അവർ ട്രാവലറിലും ഒക്കെ ആണല്ലോ വന്നത്. നമുക്ക് കാറിൽ വന്നവർ വല്ല VIP ആണോ ഓർത്തോന്ന് അറിയത്തില്ല. എന്തായാലും ഇതിനെതിരെ ശക്തമായ ഒരു ആക്ഷൻ തന്നെ എടുത്തില്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രക്ഷോഭം ഇപ്പോഴേ സമരങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രക്ഷോഭമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നിരപരാധിയായ ആൾക്കാരെ ഇങ്ങനെ തല്ലി ചതയ്ക്കാനായിട്ട് നമ്മുടെ നിയമത്തിനൊന്നും ഒരു അവകാശവും ഇല്ല. അതേപോലെ ഈ പോലീസുകാരെ ഈ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് കൈക്കൊന്നും എല്ലില്ലാത്ത ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് പ്രതികരിക്കാൻ നോക്കുക. ചുമ്മാ വഴി നിൽക്കുന്ന പാവപ്പെട്ടവരെ അടിച്ച് അവരെ ശരിയാക്കാൻ നിൽക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുകയാണെങ്കിൽ പോലീസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു മര്യാദയൊക്കെ ആ ഒരു നല്ല റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നമുക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലയെന്ന് പറഞ്ഞ് വഴി നിൽക്കുന്ന എല്ലാവരുടെയും ദേഹത്ത് കുതിര കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. ബൈ.